ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫിസിക്സിലുണ്ടല്ലോ 7th മൊഡ്യൂളിലുള്ള 3rd ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 26 ന്യൂക്ലിയർ ആൻഡ് റേഡിയോ ആക്ടിവിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. ന്യൂക്ലിയസ് എന്താണ്, പിന്നെ അതിൻ്റെ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ, പിന്നെ റേഡിയോ ആക്ടിവിറ്റി എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു എൻ്റെ ചാപ്റ്ററിൽ പറയുന്നത്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് കമ്പയറിങ് ടു നമ്മൾ മുൻപേ എടുത്തിട്ടുണ്ടായിരുന്ന ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ജസ്റ്റ് തിയറി ഒക്കെ കുറച്ച് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ന്യൂക്ലിയസ് എന്താണെന്നാണ് കേട്ടോ. ന്യൂക്ലിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ റുദർഫോർഡിനെ കുറിച്ച്, റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ കുറിച്ച്. അന്ന് 1911 റുദർഫോർഡിൻ്റെ ആറ്റത്തിലെ ന്യൂക്ലിയസിൻ്റെ ഡിസ്കവറിക്ക് ശേഷം എന്താണ് ന്യൂക്ലിയസിൻ്റെ ഇൻസൈഡിലുള്ളതെന്ന് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ചില റിസർച്ചുകൾക്ക് ശേഷം ആൻഡ് വി ക്ലിയർഡ് ദാറ്റ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി ന്യൂക്ലിയസ് ആർ ദി പ്രോട്ടോൺസ് ആൻഡ് ദി ന്യൂട്രോൺസ്. അപ്പം ആ ഒരു ആറ്റത്തിലെ ഒരു പ്രധാന ഘടകമാണല്ലേ ന്യൂക്ലിയസ്. അപ്പം ആ ഒരു ന്യൂക്ലിയസിൻ്റെ ഇൻസൈഡ് എന്താണെന്നാണ് പിന്നീട് നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ ഇൻസൈഡായിട്ട് വരുന്നത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ്. ആൻഡ് ഒരു ആറ്റോമിക് ന്യൂക്ലിയസിന് 2 ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആണുള്ളത്, ദറ്റ് ഈസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇതിൽ പ്രോട്ടോൺസ് ഉണ്ടല്ലോ, ദറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ് കേട്ടോ. ആൻഡ് ദ റിമൈനിങ് ന്യൂട്രോൺ ഈസ് എ ന്യൂട്രൽ വൺ. സോ നിങ്ങളൊരു ആറ്റം ഇത് കൺസിഡർ ചെയ്യാം. അതിൽ ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്താണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് ഈ ഒരു ന്യൂക്ലിയസ് ഉണ്ടല്ലോ അതിനെ റിവോൾവ് ചെയ്തുകൊണ്ട്, ഇതാണ് ന്യൂക്ലിയസ് വരുന്നത്, ഇതിനെ റിവോൾവ് ചെയ്തുകൊണ്ടൊരു പാർട്ടിക്കിൾ വരുന്നുണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ഈ ഒരു പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഇലക്ട്രോൺസ്. ന്യൂക്ലിയസ് എന്താണ് ഇൻസൈഡ് ആയിട്ടുള്ളത്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇത് രണ്ടും കൂടിയിട്ടാണ് ന്യൂക്ലിയസ് ഉണ്ടാകുന്നത്. ആൻഡ് ദി ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഇത് ഈ ഒരു ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇത് എന്താണ്, ഈ ഒരു ന്യൂക്ലിയസിനെ ഒരു സ്പെസിഫൈഡ് ഓർബിറ്റിലായിരിക്കും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തു വരുന്നത് കേട്ടോ. ഇനി ന്യൂക്ലിയസിലെ പ്രോട്ടോൺസിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വലാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ഹോൾ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ഒന്നുകൂടെ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു തരാം. ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺ ഉണ്ടാവുമല്ലോ, പ്രോട്ടോൺസിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വലാണ് നമ്മുടെ ആ ഇലക്ട്രോൺസിൻ്റെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണെന്നാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹോൾ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. പിന്നെ നമുക്കൊരു മെയിൻ പോയിന്റ് പറയുന്നത് the number of protons in the nucleus is called that is നമ്മളിപ്പം പറഞ്ഞല്ലോ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ് നമ്മുടെ ന്യൂക്ലിയസ് കൺസിസ്റ്റ് ചെയ്യുന്നത്. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ് എന്ന് കേട്ടോ. അപ്പോൾ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസിനെ രണ്ടിനെയും കൂടെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ഇതാ ഇവിടെയുണ്ട് ന്യൂക്ലിയോൺസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു തിങ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്പർ ഓഫ് ന്യൂക്ലിയസിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ കൂടുന്നതിന് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിന് രണ്ടിൻ്റെയും കൂടെയുള്ള ആകെയുള്ള ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. ആ ഒരു മാസ് നമ്പർ ഉണ്ടല്ലോ,
മാസ് നമ്പർ എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ന്യൂക്ലിയോൺ ഈസ് കോൾഡ് ദി മാസ് നമ്പർ. ഒരു മാസ് നമ്പറിനെ എങ്ങനെയാണെന്ന് അറിയോ ഡിനോട്ട് ചെയ്യുന്നത്? ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ടാണ് മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്. എന്ത്? ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിലെ പ്രോട്ടോൺസ് ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്നിനെയാണ് നമ്മൾ ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു അറ്റോമിക് നമ്പറിനെ ക്യാപിറ്റൽ ലെറ്റർ സെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഹെൻസ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ് വി ക്യാൻ ഫൈൻഡ് ദാറ്റ്. ഇപ്പം പ്രോട്ടോൺസും കണ്ടു, പ്രോട്ടോൺസാണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു. ആൻഡ് രണ്ടിൻ്റെ കൂടെ ആകെയുള്ള വാല്യൂവിനെ നമ്മൾ മാസ് നമ്പറും പറഞ്ഞു അല്ലേ. ഇനി ന്യൂട്രോൺസിനെ ഒറ്റയ്ക്ക് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആയിരിക്കും കേട്ടോ. മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയോൺസിൻ്റെ നമ്പറാണ്. ആൻഡ് സെഡ് ഈസ് ഈക്വൽ ടു ഓൺലി ദ പ്രോട്ടോൺസ്. അപ്പോൾ ന്യൂക്ലിയോൺസ് നിന്ന് പ്രോട്ടോണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോൺ കിട്ടും. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നിങ്ങളൊരു ലിഥിയം ആറ്റം കൺസിഡർ ചെയ്യാം. ലിഥിയം ആറ്റം Li. ഈ ഒരു ലിഥിയം ആറ്റം 3 പ്രോട്ടോണിനെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്, കൂടാതെ 4 ന്യൂട്രോണിനെയും കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ടോട്ടൽ മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? മാസ് നമ്പർ നമുക്കറിയാലോ, എ ഈസ് ഈക്വൽ ടു പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ആൻഡ് ദി അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെയോ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെയോ ആ ഒരു വാല്യൂ ആണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ വാല്യൂ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? സോ 3. അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ദ സൈസ് ഓഫ് ദി അറ്റോമിക് ന്യൂക്ലിയർ ടേംഡ് ഇൻ റാഡി വെച്ചിട്ടാണ് കേട്ടോ അറ്റോമിക് ന്യൂക്ലിയറിൻ്റെ സൈസ് നമ്മൾ പറയുന്നത്. ഇപ്പം മെനി ന്യൂക്ലിയർ ആർ നിയർലി സ്ഫെരിക്കൽ ഇൻ ഷേപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു റേഡിയസ് ആർ ഇസ് അപ്രോക്സിമേറ്റ്ലി ദിസ് ഇതായിരിക്കും കേട്ടോ. ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു സ്മോൾ r0 a⁻⁴ ആയിരിക്കും അതിൻ്റെ അറ്റോമിക് ന്യൂക്ലിയറിൻ്റെ റേഡിയസ്. സോ ഇവിടെ r0 എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ന്യൂക്ലിയർ റേഡിയസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ r0 = 1.2 ഫെർമി ആണ് കേട്ടോ. സോ ലൈറ്റസ്റ്റ് ന്യൂക്ലിയസ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും റേഡിയസ് സെയിം തന്നെയാണ് വരുന്നത്. ഈ ഒരു റേഡിയസ് തന്നെയാണ് വരുന്നത്, 1.2 ഫെർമി തന്നെയാണ്. സോ ഇറ്റ്സ് മാസ് നമ്പർ A is equal to 1 ആൻഡ് ഓൾസോ നാച്ചുറലി ഉണ്ടായി വരുന്ന ഹെവിയസ്റ്റ് ന്യൂക്ലിയസ് ആയിട്ടുള്ള യുറാനിയം ഉണ്ട്. അതിൻ്റെ റേഡിയസ് യുറാനിയത്തിൻ്റെ റേഡിയസ് അബൌട്ട് ടു അപ്രോക്സിമേറ്റ്ലി 7.5 ഫെർമിയാണ് കേട്ടോ. സോ ഇറ്റ്സ് മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 238 ആണ് യുറാനിയത്തിൻ്റെ മാസ് നമ്പർ. അതിൻ്റെ റേഡിയസ് ആണ് അപ്രോക്സിമേറ്റ്ലി 7.5 ഫെർമി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് 6 ആയിട്ടുള്ള ഏത് സ്ഫെരിക്കൽ ഒബ്ജക്റ്റിൻ്റെയും വോളിയം 4/3 πr³ ആയിരിക്കും കേട്ടോ. ഇതിനോട് ഈക്വൽ ആയിരിക്കും. ഒന്നും കൂടെ പറഞ്ഞുതരാം. റേഡിയസ് 6 ആയിട്ടുള്ള ഏത് സ്ഫെരിക്കൽ ഒബ്ജക്റ്റിൻ്റെയും വോളിയം 4/3 πr³ ഈക്വൽ ആയിരിക്കും. സോ ദ വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മാസ് നമ്പർ എ. ഓക്കെ, അപ്പം ഈ ഒരു വോളിയം ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് 10⁵ ടൈംസ് ഗ്രേറ്റർ ആണ്
വോളിയം ഓഫ് ദി ന്യൂക്ലിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ നമ്മുടെ ആറ്റത്തിൻ്റെ വോളിയത്തിനെ നമ്മൾ ഒരു ഡാമിലെ ഡാമിലെ വെള്ളത്തിൻ്റെ വോളിയമായിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ദി വോളിയം ഓഫ് ദി ന്യൂക്ലിയസും വെച്ച് നോക്കുമ്പോൾ അതൊരു ബക്കറ്റ് ഓഫ് വാട്ടറുമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്ക്. ഡാമിലെ വെള്ളവും ആ ഒരു ബക്കറ്റിലെ വെള്ളവും എത്രത്തോളം ആയിരിക്കും അല്ലേ? വെള്ളം ഒരു കുറേ കൂടുതലും വെള്ളം വരുന്നത് ഡാമിലാണ്. സോ ഇതേപോലെ തന്നെയാണ് നമ്മുടെ വോളിയം ഓഫ് ദ ആറ്റവും വോളിയം ഓഫ് ദ ന്യൂക്ലിയസും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ വരുന്നത്. ന്യൂക്ലിയസിനേക്കാളും 10⁵ ടൈംസ് ഗ്രേറ്റർ ആണ് ആറ്റത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കാം. ഒരു ന്യൂക്ലിയസിൻ്റെ മാറ്ററിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡെൻസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. സിംപ്ലി ഇതിന് വേണ്ടിയിട്ട് ഒരു ഹൈഡ്രജൻ ആറ്റത്തെ കൺസിഡർ ചെയ്യാം. Hence the density can be calculated by using the following the formula. അപ്പോൾ ഈ ഒരു ഫോളോയിങ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്കൊരു ന്യൂക്ലിയർ മാറ്ററിൻ്റെ ഡെൻസിറ്റീൻ്റെ ഓർഡർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ DH എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഇത് MH, അതിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ MH ഡിവൈഡഡ് ബൈ 4π/3r²H അതിൻ്റെ വോളിയമാണ് ഇത് വരുന്നത്. എന്ത്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ. അതുകൊണ്ടാണ് ഇവിടെ H ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. സോ MH നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. MH എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.673 × 10⁻⁻27 കിലോഗ്രാം ആണ്. ആൻഡ് ദി വോളിയം അതിൻ്റെ വാല്യൂ വരുന്നത് 1.2, ഹൈഡ്രജൻ്റെ 1.2 × 10⁻⁻15 m³ ആണ്. സോ ഹെൻസ് നമുക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടുന്നത് 2.3 × 10⁻17 കിലോഗ്രാം (10⁻³ ആണ് കേട്ടോ. അപ്പം ഇനിയിപ്പം ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെത് നോക്കാം. ഓക്സിജൻ ആറ്റത്തിൻ്റെ റേഡിയസ് വരുന്നത് എന്താണ്? 3 × 10⁻15 m ആണ്. RO എന്നാണ് കേട്ടോ ഇത് വരുന്ന ഓക്സിജൻ ആറ്റത്തിൻ്റെ റേഡിയാണിത്. അതുകൊണ്ടാണ് RO വരുന്നത്. എൻ്റെ MO അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 2.7 × 10⁻26 kg ആണ് കേട്ടോ. സോ ഫൈനലി നമുക്ക് കിട്ടുന്ന ആ ഒരു ഇക്വേഷൻ പുട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഡെൻസിറ്റി, ഫൈനൽ ഓക്സിജൻ്റെ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.39 × 10⁻17 കിലോഗ്രാം (m³³ എന്നാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കൂ, അതിൻ്റെ ഓർഡർ ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് 10⁻⁻17. അപ്പോൾ എന്താണ്? അതായത് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഡെൻസിറ്റീൻ്റെ ഓർഡർ സെയിം ആണ്. ദാറ്റ് ഈസ് 10⁻⁻17 അല്ലേ? ഇറ്റ് മീൻസ് ദാറ്റ് ന്യൂക്ലിയർ മാറ്റർ ഈസ് എക്സ്ട്രീംലി ഡെൻസ്ലി പാക്ഡ്. ഡെൻസ്ലി പാക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വിച്ച് മീൻസ് ദി പാർട്ടിക്കിൾ ദാറ്റ് മേക്ക് അപ്പ് ആൻ ആറ്റോമിക് ന്യൂക്ലിയസ് ആർ പാക്ഡ് വെരി ക്ലോസ്ലി ടുഗെദർ ഇൻ എ വെരി സ്മോൾ വോളിയം. ഒരു ചെറിയ വോളിയത്തിൽ നമ്മുടെ അറ്റോമിക് ന്യൂക്ലിയസിലെ പാർട്ടിക്കിൾസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് വെരി ക്ലോസ്ലി ആയിട്ട് അതെന്താണ് നിൽക്കുന്നുണ്ട്, മേക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഡെൻസ്ലി പാക്ഡ് എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഇതിൻ്റെ നൊട്ടേഷൻ എങ്ങനെയാണ് വരുന്നത്. നമ്മളിപ്പം ഒരു ആറ്റത്തിനെ അതിൻ്റെ നൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പറിന്. അപ്പം ഇവിടെ നോർമലി എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം, അതിൻ്റെ മാസ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് എ. ആൻഡ് ദി അറ്റോമിക് നമ്പർ അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് സെഡ് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ. അപ്പം സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് എയും സബ്സ്ക്രിപ്റ്റ് ആയിട്ട് സെഡും വരും. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ക്ലോറിൻ എടുക്കാം.
ക്ലോറിനിൽ 17 പ്രോട്ടോൺസ് അല്ലേ, ഇവിടെ ഉണ്ട് ഇതാ 17 പ്രോട്ടോൺസ് ആൻഡ് 18 ന്യൂട്രോൺസ്. എങ്ങനെയായിരിക്കും? Cl35 വന്നു. 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് മാസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. 17 + 18 വരുന്ന 35 അല്ലേ. അപ്പം സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മൾ ഒരു മാസ് നമ്പർ എഴുതുന്നത്. ദാറ്റ് ഈസ് 35 പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. ആൻഡ് ദി സബ്സ്ക്രിപ്റ്റ് ആയിട്ടുള്ള സെഡ് അറ്റോമിക് നമ്പർ എന്താണ്? ഒന്നെങ്കിൽ പ്രോട്ടോണിൻ്റെ അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനെയാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രോട്ടോൺ വരുന്നത് 17 ആണ്. സോ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ അറ്റോമിക് നമ്പർ 17 എഴുതും. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നൊട്ടേഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഐസോടോപ്സ് എന്താണ്, ഐസോബാർ എന്താണ്, ആൻഡ് ഐസോടോൺസ് എന്താണെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഐസോബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മാസ് നമ്പർ ആയിരിക്കും ആൻഡ് ഡിഫറെൻറ്റ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആർഗണും കാൽഷ്യം എടുത്തിട്ടുണ്ട് നമ്മൾ എക്സാമ്പിളായിട്ട്. മാസ് നമ്പർ സെയിം ആണല്ലേ, അതിൻ്റെ മാസ് നമ്പേഴ്സ് സെയിം ആണ്. A = 14 ആൻഡ് 40 രണ്ടും സെയിം ആണ് വരുന്നത്. ആൻഡ് ദി അറ്റോമിക് നമ്പർ വ്യത്യസ്തമാണ് വരുന്നത്. അതെങ്ങനെയാണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും അതിൽ ആ ഒരു ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന ആർഗണിൻ്റെയും കാൽഷ്യത്തിൻ്റെ ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം കാണപ്പെടും. ദാറ്റ് ഈസ് ഈ ഒരു കേസിൽ നമുക്ക് നോക്കാം. ആർഗൺ 40 ആണല്ലോ നമ്പർ വരുന്നത്. സോ ഇതിൽ പ്രോട്ടോൺ വരുന്നത് 18. P = 18 വരുന്നുണ്ട് അല്ലേ. P = 18 വരുന്നുണ്ട്. ഇത് പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. പ്രോട്ടോണ് പ്ലസ് ന്യൂട്രോൺ ആണ് നമുക്ക് എന്ത് വേണ്ടത്? ടോട്ടൽ മാസ് നമ്പറായിട്ട് വരുന്നത്. അപ്പം നമുക്ക് മാസ് നമ്പർ കിട്ടിയിട്ടുണ്ട്. സോ ന്യൂട്രോണിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. ഈ ഒരു ആർഗണിൻ്റെ കേസിൽ A - Z = A40 - 18 = 22 അല്ലേ. അപ്പം ന്യൂട്രോൺ വരുന്നത് 22 ആണ് കേട്ടോ. ഇവിടെ ന്യൂട്രോൺ വരുന്നത് 22. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയേ. സെഡിൽ പ്രോട്ടോൺ 18 വരുന്നുണ്ട്, ന്യൂട്രോണ് 22 വരുന്നുണ്ട്. എന്നാൽ കാൽഷ്യത്തിൻ്റെ കേസിൽ പ്രോട്ടോൺ എന്തായാലും 20ഉം ബാക്കി റിമൈനിങ് എന്തായിരിക്കും? 40ൽ 20 ആയിരിക്കും റിമൈനിങ്. അപ്പം ഇവിടെ എന്താ ഫസ്റ്റ് ഈ ഒരു കേസ് നിങ്ങൾക്ക് നോക്കാം. N=80. അപ്പം ഈ ഒരു സെയിം മാസ് നമ്പർ അല്ലേ, കാൽഷ്യത്തിൻ്റെ ആർഗണിൻ്റെ മാസ് നമ്പർ സെയിം ആണ്. A = 40 ആൻഡ് കാൽഷ്യത്തിൻ്റെ മാസ് നമ്പർ 40 ആണ്. പക്ഷെ അതിൻ്റെ പ്രോട്ടോൺസ് എന്താണ്? ഡിഫറെൻ്റ് ആണ് അല്ലേ. ഡിഫറെൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോണിനെ നമ്മൾ അറ്റോമിക് നമ്പർ പ്രോട്ടോണിൻ്റെ നമ്പറിനെയാണ് നോക്കുന്നത്. സോ പ്രോട്ടോൺസ് എത്ര എണ്ണമാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ അത് 18 ഉണ്ട്. ആൻഡ് ന്യൂട്രോണ് ആർഗണിൽ വരുന്ന ന്യൂട്രോണ് 22 ആണ് കേട്ടോ. 22 ആണ് വരുന്നത്. ആൻഡ് ഇവിടെ വരുന്ന പ്രോട്ടോൺ 20 ആണ്. ഇവിടത്തുള്ള ന്യൂട്രോൺസ് വാരി ചെയ്യുന്നുണ്ട്. അപ്പം സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആയിട്ടുള്ളതാണ് ഐസോബേഴ്സിന് ഉദാഹരണമായിട്ട് വരുന്നത്. ആൻഡ് ഐസോടോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രോട്ടോൺസ് ആയിരിക്കും ആൻഡ് ഡിഫറെൻറ്റ് ന്യൂട്രോൺസ് ആയിരിക്കും. സോ എക്സാമ്പിൾ നമുക്ക് നോക്കാം. കാർബൺ 12 ആൻഡ് കാർബൺ 14 ആർ 2 ഐസോടോപ്സ് ഓഫ് കാർബൺ.
They both have 6 protons, but carbon 12 has 6 neutrons and while carbon 14 has 18 neutrons. Okay. And the isotones ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഐസോട്ടോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ന്യൂട്രോൺസ് ആണ് ആൻഡ് ഡിഫറെൻറ്റ് പ്രോട്ടോൺസ് ആണ് വരുന്നത്. സെയിം ന്യൂട്രോൺസ് ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് നോക്കുന്നത് സോഡിയം ആൻഡ് മഗ്നീഷ്യം ആണ്. ഇതിൻ്റെ ന്യൂട്രോൺസ് സെയിം ആണ്, പ്രോട്ടോൺസ് ആണ് ഡിഫറെൻ്റ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 23 മൈനസ് 11 ചെയ്യണം അല്ലേ, അതായത് ന്യൂട്രോൺ കിട്ടണം. ന്യൂട്രോൺ സെയിം ആണെന്നാണ് പറയുന്നത്. 23 മൈനസ് 11 എത്രയാണ്? 12 ആണ് അല്ലേ. അപ്പോൾ ന്യൂട്രോണിൻ്റെ വാല്യൂ ആയിട്ട് വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ന്യൂട്രോൺസ് 12 ന്യൂട്രോൺസ് ഉണ്ടാവും. ആൻഡ് ദി മഗ്നീഷ്യത്തിൻ്റെ കേസിൽ എന്താണ്? 24 ആണ്. എ മൈനസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രോൺ കിട്ടും. അപ്പോൾ ന്യൂട്രോൺ ആണ് ഇവിടെ സെയിം ആയിന്ന് കാണിക്കുന്നത്. 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റിമൈനിങ് 12 തന്നെയാണ്. ഇവിടുത്തെ ന്യൂട്രോണും സെയിം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐസോട്ടോൺസ് ദേ ആർ സെയിം ന്യൂട്രോൺസ് അല്ലേ. ന്യൂട്രോൺസ് സെയിം അല്ലേ വരുന്നത്? 12 and 12 ആണ് വരുന്നത്. ഡിഫറെൻറ്റ് പ്രോട്ടോൺസ് ആണ്. പ്രോട്ടോൺസിൻ്റെ വാല്യൂ എന്താണ്? ഒന്ന് 11 ആണ്, ഒന്ന് 12 ആണ്. ഓക്കെ, ഇതിനെയാണ് ഐസോട്ടോൺസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് നോക്കാം. ഒരു ഇക്വേഷൻ ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ഇൻ ആൻ ആറ്റം ഓഫ് യുറേനിയം 23892 എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് മാസ് നമ്പർ എത്രയാണ് ഇവിടെ വരുന്നത്? ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മാസ് നമ്പർ വരുന്നത് 238 അല്ലേ. ആൻഡ് ഈ ഒരു 238 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. പ്രോട്ടോൺ എന്താണ് വരുന്നത്? 92 ആണ് അല്ലേ. പ്രോട്ടോൺ അറ്റോമിക് നമ്പർ എന്നാണ്? അതിൻ്റെ പ്രോട്ടോണിൻ്റെ നമ്പർ എന്നാണ് അറ്റോമിക് നമ്പറായിട്ട് വരുന്നത്? 92 ആണ് പ്രോട്ടോൺ വരുന്നത്. ഓക്കെ, ഹെൻസ് നമുക്ക് ന്യൂട്രോണിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു 238 മൈനസ് 92. ദറ്റ് ഈസ് ഈക്വൽ ടു 146. ഓക്കെ, അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സെലക്ട് ദി പെയേഴ്സ് ഓഫ് ഐസോടോപ്പ്, ഐസോബാർസ് ആൻഡ് ഐസോട്ടോൺസ് ഇൻ ദ ഫോളോയിങ് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് ഐസോടോപ്സ് എന്താണ്? ഐസോടോപ്പ് ഫസ്റ്റ് കണ്ടുപിടിക്കാം. ഐസോടോപ്പ് വരുന്നത് സെയിം സെറ്റ് വാല്യൂ ഉള്ളതാണ്. ദാറ്റ് ഈസ് ഇവിടെ സെയിം സെറ്റ് വാല്യൂ ഉള്ളത്. സെറ്റ് വാല്യൂ എന്താണ്? 6ഉം 6 ഉള്ളത് ഏതിനാണ്? ഇതിന് രണ്ടിനും അല്ലേ. കാർബണിൻ്റെ ഐസോടോപ്സ് ആണ് വരുന്നത് സെറ്റ് വാല്യൂ ഉള്ളത്. ഓക്കെ, ഐസോടോപ്പിന് സെയിം സെറ്റ് വാല്യൂ ആയിരിക്കും. സോ ഇതായിരിക്കും ഈ കാർബണും കാർബണിൻ്റെ ഐസോടോപ്സ് ആണ് ഇതിന് ഉദാഹരണമായിട്ട് വരുന്നത്. ആൻഡ് ഇനിയിപ്പോൾ ഐസോട്ടോൺസ് നോക്കാം നമുക്ക്. ഐസോട്ടോൺസ്, ഐസോബാർ, 3 എണ്ണമാണല്ലോ കണ്ടുപിടിക്കാനുള്ളത്. ഇനിയിപ്പോൾ ഐസോട്ടോൺസിന് എന്തായിരിക്കും? എ മൈനസ് സെറ്റ് വാല്യൂസ് സെയിം ആയിരിക്കും. അതായത് ന്യൂട്രോൺ ആണ് സെയിം ആയി വരുന്നത് അല്ലേ നമ്മുടെ ഐസോട്ടോണിന്. അപ്പോൾ അതെന്താണ്? ന്യൂട്രോൺ സെയിം ആയി വരുന്നത്. നമുക്ക് ഈ എ ആൻഡ് സിലിക്കൺ ഇതാണ് ന്യൂട്രോൺസ് സെയിം ആയിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഇത് വർക്കൗട്ട് ചെയ്യാം. ആൻഡ് കെ ആൻഡ് സി AlI കാൽഷ്യം, പൊട്ടാസ്യം, സിലിക്കൺ ആൻഡ് അലൂമിനിയം. ഇതാണ് ഐസോട്ടോൺസിന് ഉദാഹരണമായിട്ട് വരുന്നത്. എൻ്റെ ഐസോബാർസ് വരുന്നത് സെയിം എ വാല്യൂ, മാസ് നമ്പർ സെയിം ആയിരിക്കും വരുന്നത്. മാസ് നമ്പർ സെയിം ആയിട്ട് വരുന്നത് റിമൈനിങ് ആയിട്ട് വരുന്നത് ഏതാ? ഇതാണല്ലേ 76.
76 ജർമ്മനിയം ആൻഡ് SC. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം യൂണിഫൈഡ് അറ്റോമിക് മാസ് ആണ്. യൂണിഫൈഡ് അറ്റോമിക് മാസ്, atomic masses are expressed in terms of the actual mass of carbon 12 6 isotopes of carbon. Okay, and the unit of atomic mass abbreviated as U. U എന്നാണ് കേട്ടോ നമ്മൾ അറ്റോമിക് മാസിൻ്റെ യൂണിറ്റ് അബ്രിവേറ്റ് ചെയ്യുന്നത് U, and it is defined as the 1/12 of the actual mass of carbon isotope. So we know that the value of the mass of carbon atom is 1.99267 into 10 raised to minus 26 kilogram. Hence 1 U എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അറ്റോമിക് മാസ്, 1 അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/12 ഇൻറ്റു മാസ് ഓഫ് 1 കാർബൺ ആറ്റം വിത്ത് A=12 ആണ്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് ഇതായിരിക്കും കേട്ടോ, 1.66 ഇൻറ്റു 10 raised to minus 27 കിലോഗ്രാം. അപ്പോൾ ഇത് MCQയിൽ ചോദിക്കാം, ഇതിന് 1 യൂണിറ്റ് അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ആൻഡ് സിൻസ് മാസ് ഓഫ് ദി പ്രോട്ടോണിൻ്റെ മാസിന് MP എന്നാണ് പറയുന്നത്, ഈസ് 1.6723 ഇൻറ്റു 10 raised to minus 27 കിലോഗ്രാം. ആൻഡ് ദി മാസ് ഓഫ് എ ന്യൂട്രോൺ ഈസ് MN, സബ്സ്ക്രിപ്റ്റിലാണ് കേട്ടോ. MN വരുന്നത് ഈസ് 1.6747 ഇൻറ്റു 10 raised to minus 27 കിലോഗ്രാം. വി ക്യാൻ എക്സ്പ്രസ് ദീസ് ഇൻ ടേംസ് ഓഫ് U. അപ്പം ഇതിനെ യുവിൻ്റെ ടേംസിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. MP നേരത്തെ പറഞ്ഞു, and MN is equal to U is equal to 1.00865 U ആണ്. And can you now express the mass of an electron ME, that is 9.1 into 10 raised to minus 31 kilogram in terms of U. Since we will use nuclear masses in U, it is quite useful to know its energy equivalent. To do so, we use Einstein mass energy equivalence relation with energy is equal to mc square എന്നാണല്ലേ വരുന്നത് ഐൻസ്റ്റീൻ്റെത്. സോ ദിസ് വൺ ഈസ് ദ മാസ് ഇൻറ്റു C സ്ക്വയർ. അപ്പോൾ C എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻ വാക്യൂം ആണ്. സോ 1 യൂണിറ്റ് ഓഫ് മാസ് അറ്റോമിക് മാസ് ഇസ് ഈക്വൽ ടു നമ്മളെന്താ വരുന്നത് മാസ് ഇൻറ്റു നമ്മുടെ C സ്ക്വയർ. ദാറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് 931.3 million electron volts ആണ് കേട്ടോ. So note that the joule is too big unit for use in nuclear physics. That is why we have expressed in മാസിൻ്റെ ആ ഒരു അറ്റോമിക് മാസിനെ മില്യൺ ഇലക്ട്രോൺ വോൾട്ട്സ് ആയിട്ട് കേട്ടോ MEV ആയിട്ട് പറയുന്നത്. ജൂള് ഈ ഒരു ന്യൂക്ലിയർ ഫിസിക്സിൽ ഏറ്റവും വലിയൊരു യൂണിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ MEVയിൽ ഇപ്പം മില്യൺ ഇലക്ട്രോൺ വോൾട്ട്സിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. 1 million electron volts is the energy gained by an electron when accelerated through a potential difference of 1 million volts. It is equal to 1.6 into 10 raised to minus 13 joule. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇപ്പം ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂക്ലിയോൺസ് അതെന്താ ഡെൻസ്ലി പാക്ക്ഡ് ആണെന്ന്. ന്യൂക്ലിയോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. കാരണം എന്താണ് എഫക്റ്റ് ഓഫ് ദി ഫോഴ്സ് കോൾഡ് ന്യൂക്ലിയർ ഫോഴ്സ് ദാറ്റ് ഹോൾഡ്സ് ദി ന്യൂക്ലിയോൺസ് ടുഗെദർ ഇൻ എ ന്യൂക്ലിയസ് മസ്റ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി നൈബറിംഗ് ന്യൂക്ലിയോൺസ്. സോ ന്യൂക്ലിയർ ഫോഴ്സ് ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഹവർ ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഓവർ വെരി ഷോർട്ട് ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി 10 raised to minus 15 meter. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്ന ആ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ് കേട്ടോ. അപ്പം ഈ ഫോഴ്സിൻ്റെ സാച്ചുറേഷൻ പ്രോപ്പർട്ടി ഷോ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു സാച്ചുറേഷൻ പ്രോപ്പർട്ടിയാണത് ഷോ ചെയ്യുന്നത്. അത് മീൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു ന്യൂക്ലിയസിലെ ന്യൂക്ലിയോൺസ് ഉണ്ടാവുമല്ലോ, നൈബറിംഗ് ന്യൂക്ലിയോൺസും ആയിട്ട് മാത്രമേ ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് ദ ന്യൂക്ലിയോൺസ് ഷോ ഓൺലി ലിമിറ്റഡ് അട്രാക്ഷൻസ്. ഇനി ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സിനുണ്ടല്ലോ അട്രാക്റ്റീവ് ക്യാരക്ടറാണുള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോൺസ് ഒരു സെർട്ടൻ ക്രിറ്റിക്കൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും.
ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം അട്രാക്ഷൻ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഇതൊരു സെർട്ടൈൻ ക്രിറ്റിക്കൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവിടെ അട്രാക്ഷൻ പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സിൻ്റെത്. അപ്പോൾ മാത്രമേ ആ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവുമല്ലോ, അട്രാക്റ്റീവ് ക്യാരക്ടർ കാണിക്കുന്നത്. ഇനി ന്യൂക്ലിയോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്രിറ്റിക്കൽ വാല്യൂവിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോഴ്സ് പെട്ടെന്ന് തന്നെ മാറി ചേഞ്ച് ചെയ്തിട്ട് അത് അട്രാക്ഷനിൽ നിന്നും റിപ്പൾഷനിലേക്കും പോകുന്നുണ്ട്. ദാറ്റ് ഈസ് ഇത്. അപ്പം ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ എന്താ കാണിക്കുന്നത്, ദാറ്റ് ഈസ് ഒരു ക്രിറ്റിക്കൽ വാല്യൂവിനേക്കാളും വലിയ ഡിസ്റ്റൻസിലാണ് രണ്ടുപേരും നിൽക്കുന്നത്, ന്യൂക്ലിയോൺസ് നിൽക്കുന്നത്. ആൻഡ് ദി സെക്കൻഡ് പിക്ചറിൽ അട്രാക്റ്റീവായിട്ട് പെരുമാറുന്നുണ്ട്, അതായത് ഒരു ക്രിറ്റിക്കൽ ഡിസ്റ്റൻസ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഹെൻസ് ദേ ആർ അട്രാക്റ്റീവ്. ആൻഡ് ആ ഒരു ക്രിറ്റിക്കൽ വാല്യൂ പോലും ഡിസ്റ്റൻസ് പോലും കീപ്പ് ചെയ്യാത്തതിനെ കൊണ്ട് അത് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്ത് റിപ്പൾസീവ് ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു പിക്ചേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഗ്രാഫാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് കിടക്കാനുള്ളത് റേഡിയോ ആക്ടിവിറ്റിയിലേക്കാണ്. അപ്പം ഒരു റേഡിയോ ആക്ടിവിറ്റി പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആലോചിക്കേണ്ടത് ഒരു ബാക്കറൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഫ്ലൂറസെൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ഒരു എമിറ്റ് ചെയ്യുന്ന സെർട്ടൻ എലമെൻറ്റ്സ് അത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിലായിരുന്നു. പിന്നെ അയാൾ എന്തായിരുന്നു ആ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് ഒക്കെ ഒരു റാപ്പറിലൊക്കെ ആക്കി സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്രോയറിലൊക്കെ. അപ്പോൾ അതിൽ കൂടാതെ തന്നെ ഇങ്ങനെ കുറച്ച് എലമെൻറ്റ്സും അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഡ്രോയറിൽ. പിന്നെ ഈ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അദ്ദേഹം എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫിന് വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് കേടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനൊന്നും മനസ്സിലാവുന്നില്ല, കാരണം ആ ഒരു നല്ല ഇതിലാണ് അദ്ദേഹം അത് റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു ബ്ലാക്ക് പേപ്പറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പ്ലേറ്റൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം കുറച്ച് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഒരു ഡ്രോയറിൽ വെച്ചിട്ടുള്ള ചില എലമെൻറ്റ്സ് ആണ് ഇതിന് കാരണം, ഈ ഒരു ഡീക്കേക്ക് കാരണം, ഈ ഒരു എക്സ്പ്ലോഷറിന് കാരണമായിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിനെ പിന്നീട് അദ്ദേഹം റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. സോ ദ റേഡിയേഷൻ വാസ് നെയിംഡ് ബാക്കറൽ റേസ് ആൻഡ് ദ ഫിനോമിനൻ ഓഫ് എമിഷൻ ഓഫ് ദിസ് റേഡിയേഷൻ വാസ് നെയിംഡ് റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ ഈ ഒരു പ്രതിഭാസം പ്രകടിപ്പിക്കുന്ന എലമെൻറ്റിനെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. സോ ലേറ്റർ ഇൻ 1899 ലോർഡ് റുദർഫോർഡിനെ അറിയാമല്ലോ അല്ലേ, റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിനെ അനലൈസ് ചെയ്തു. അങ്ങനെ അദ്ദേഹം ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിളിനെ കണ്ടെത്തി. ആൻഡ് ഓൾസോ ഒരു തേർഡ് പാർട്ടിക്കിൾ കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഗാമ റേസ്. ഈ ഒരു ഗാമ റേസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് പി വില്ലാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ് കേട്ടോ. സോ നമ്മൾ പഠിച്ചതാണ് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയെ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസ് ക്യാരി ചെയ്യുന്നുണ്ട് and which repel each other strongly due to electrostatic repulsion. And however ഈ ഒരു റിപ്പൾഷനെ ഓവർകം ചെയ്യാനായിട്ട് ന്യൂക്ലിയസിലെ ന്യൂട്രോൺസ് ഗ്ലൂ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വലിയ ന്യൂക്ലിയസുകളുടെ കാര്യത്തിലൊന്നും പ്രാവർത്തികമാകുന്നില്ല, കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ഉണ്ടാവുമല്ലോ, അത് വെരി സ്ട്രോങ് ആണ്. സോ ദ ന്യൂട്രോൺ ഈസ് നോട്ട് ഏബിൾ ടു കീപ് ദി ന്യൂക്ലിയസ് സ്റ്റേബിൾ. സോ ഇത്തരം സന്ദർഭങ്ങളിൽ സ്റ്റെബിലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയെ ഒരു ഗാമ റേസിൻ്റെ കൂടെ തന്നെ അത് ആൽഫ ആൻഡ് ബീറ്റ റേസിനെ എമിറ്റ് ചെയ്യുന്നത്, അതായത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ആൽഫ ആൻഡ് ബീറ്റ റേസിനൊക്കെ എമിറ്റ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ആൽഫ ആൻഡ് ബീറ്റ ആൻഡ് ഗാമ റേസ് ആർ എമിറ്റഡ്. ഇത്തരത്തിൽ എമിറ്റ് ചെയ്യപ്പെട്ട റേഡിയേഷനാണ് റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. And the process of disintegration breakup of atom nuclei by emitting alpha, beta and gamma is called the radioactive decay. Sometimes the breakup can be induced by bombarding stable nuclei with other light particles. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോസസ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ആണ്, അതായത് അറ്റോമിക് ന്യൂക്ലിയൻ്റെ ബ്രേക്കപ്പ്, ദറ്റ് ഈസ് ബൈ എമിറ്റിംഗ് ആൽഫ ആൻഡ് ബീറ്റ ഗാമ റേസ്. ഈ ഒരു പ്രോസസ്സിനെയാണ് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറയുന്നത് കേട്ടോ. സംടൈംസ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നത് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റി ഡീകെയിൽ ഉണ്ടാകുന്ന ബ്രേക്കപ്പ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഡിസിൻറ്റഗ്രേഷൻ നമ്മുടെ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയനെ അതർ ലൈറ്റ് പാർട്ടിക്കിൾസുമായിട്ട് ബൊമ്പാർഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ലൈക്ക് അങ്ങനെയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡിസിൻറ്റഗ്രേഷൻ്റെ
SI യൂണിറ്റ് ഉണ്ടല്ലോ അത് ബേക്വറലാണ് കേട്ടോ. ബേക്വറലാണ് ഡിസിൻറ്റഗ്രേഷൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് എന്നാണ് പറയുന്നത്. അതിനെ ഇമിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ആൽഫ ആൻഡ് ബീറ്റ ആൻഡ് ഗാമ റേഡിയസിന്. സോ 1 ബേക്വറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു ഡിക്കേൻ്റെ അനദർ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂറി ആണ്. 1 ക്യൂറി ഈസ് ഈക്വൽ ടു 3.7 into 10⁻10 ഡിസിൻറ്റഗ്രേഷൻ പെർ സെക്കൻഡ് ആണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു എമിഷൻ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ആൻഡ് ഗാമ റേസ്. അപ്പോൾ അതിൻ്റെ എമിഷനാണ് ഈ ഒരു ചിത്രത്തിൽ ഡിനോട്ട് ചെയ്യുന്നത്, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആൽഫ ആൻഡ് ബീറ്റ ഗാമ റേസ് എന്താണെന്ന് നോക്കാം. ആൽഫ പാർട്ടിക്കിൾസ് ആർ ഹീലിയം ന്യൂക്ലിയെ കൺസിസ്റ്റ് ഓഫ് 2 protons and 2 neutrons. ആൽഫ പാർട്ടിക്കിൾസ് എന്താണ്? ഹീലിയം ന്യൂക്ലിയ ആണ്. ദറ്റ് ഈസ് മാസ് നമ്പർ 4 ആൻഡ് ദി അറ്റോമിക് നമ്പർ 2 ആയിട്ടുള്ള ഹീലിയം ആറ്റമാണ്. And the detailed study of these particles revealed the following properties. Being charged particles, they get deflected in electric and magnetic field. Charged particles ആണ്, സോ ഇതെന്താണ് മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡിൽ ഡിഫ്ലക്റ്റഡ് ആണ്. They produce fluorescence in substance like zinc sulfide and barium platinocyanide. Affect a photographic plate, can induce radioactivity in certain elements and produce nuclear reactions. സോ സിങ്ക് സൾഫൈഡിലും ബേരിയം പ്ലാറ്റിനമിലെല്ലാം ഇതെന്താ ഫ്ലൂറസിൻ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ഷനിലൊക്കെ ഈ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻഡ്യൂസ് റേഡിയോ ആക്ടിവിറ്റി ഇൻ certain elements. ചില certain elementsലാണ് റേഡിയോ ആക്ടിവിറ്റി അത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ പ്രൊഡ്യൂസ് ന്യൂക്ലിയർ റിയാക്ഷൻ. ദേ ഹാവ് എ ഗ്രേറ്റ് അയോണൈസിങ് പവർ. A single particle in its journey through a gas can ionize thousands of gas atoms before being absorbed. അബ്സോർബ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഒരു അയോണൈസിങ് പവർ വെച്ചിട്ട് കൊണ്ട് തന്നെ തൗസൻഡ്സ് ഓഫ് ഗ്യാസ് ആറ്റംസിനെ അത് അയണൈസ് ചെയ്യാനുള്ള കഴിവ് ആൽഫ പാർട്ടിക്കിൾസിന് ഉണ്ടെന്നാണ് പറയുന്നത്. ദേ ഹാവ് എ ലിറ്റിൽ പെനിട്രേഷൻ പവർ ത്രൂ സോളിഡ് സബ്സ്റ്റൻസ് ആൻഡ് ഗെറ്റ് സ്കാറ്റേർഡ് ബൈ തിൻ ഫോയിൽസ് ഓഫ് മെറ്റൽസ്. ദേ കൻ ബി സ്റ്റോപ്ഡ് ബൈ 0.02 mm thick അലൂമിനിയം ഷീറ്റ്. പെനിട്രേഷൻ പവർ ഉണ്ട് അല്ലേ സോളിഡ് സബ്സ്റ്റൻസിൽ, ആൻഡ് ഗെറ്റ് സ്കാറ്റേർഡ് ബൈ തിൻ ഫോയിൽസ് ഓഫ് മെറ്റൽസിൻ്റെ തിൻ ഫോയിൽസിൽ അത് സ്കാറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. സോ അതിൻ്റെ തിക്നെസ് അലൂമിനിയം ഷീറ്റിലെ തിക്നെസ് എന്താണ് 0.02 mm ആണ് കേട്ടോ. ആൻഡ് ദ എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റഡ് ഫ്രം എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി എമിറ്റിംഗ് ന്യൂക്ലിയസ്. Okay, this corresponds to a variation in their velocity from 1.4 into 10⁻⁷ ms raised to minus 1 to 2.05 into 10⁻⁷ ms raised to minus 1. So അതിൻ്റെ എനർജി എന്ന് പറയുന്ന ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി എമിറ്റിംഗ് ന്യൂക്ലിയസ് ആയിരിക്കും കേട്ടോ. നോക്കാം നമുക്ക്. ബീറ്റ പാർട്ടിക്കിൾസ് ക്യാൻ ബി ബോത്ത് പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ദേ ഒറിജിനേറ്റ് ഇൻ ദി ന്യൂക്ലിയസ് ഇൻ ദി പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് എ ന്യൂട്രോൺ ഇൻ എ പ്രോട്ടോൺ ആൻഡ് വൈസ് വേഴ്സ. ബീറ്റ പാർട്ടിക്കിൾസ് എന്തായിരിക്കും? പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പം ഇതുണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രോണിൻ്റെ പ്രോട്ടോണിൻ്റെ കൺവേർഷൻ മൂലമാണ്. ആൻഡ് ഫർദർ സ്റ്റഡീസ് ഓഫ് ബീറ്റ പാർട്ടിക്കിൾസ് ഹാവ് റിവീൽഡ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ നേരത്തെ ഒരു പോയിന്റ് തന്നെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ദേ പ്രൊഡ്യൂസ് സിങ്ക് സൾഫൈഡിൽ ആൻഡ് ബാരിയം പ്ലാറ്റിനോസയനൈഡിലും നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ്സ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഓൾസോ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൽഫ പാർട്ടിക്കിൾസിനേക്കാളും ചെറിയ സൈസിലേക്ക് അയോണൈസ് ചെയ്യാൻ, ഗ്യാസ് ആറ്റംസിനെ അയോണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റ പാർട്ടിക്കിൾസിന് കഴിയും. So negatively charged beta particles can pass through a few mm of aluminum sheets. They are about 100 times more penetrating than alpha particles. അപ്പം നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബീറ്റ പാർട്ടിക്കിൾസിന് എന്താണ്
അലൂമിനിയം ഷീറ്റിലൂടെ പാസ് ചെയ്യാൻ പറ്റും. അത് കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസിനേക്കാളും 100 times മോറായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ ആവറേജ് എനർജി ഓഫ് നെഗറ്റീവ് ബീറ്റ പാർട്ടിക്കിൾസ് വാരി ബിറ്റ്വീൻ 2 million electron volt and 3 million electron volt. Due to their small mass, their velocity vary in range from 0.33 c to 0.988 c, where c is a velocity of mass. ഇപ്പം ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി ഉണ്ടാവുമല്ലോ നെഗറ്റീവ് ബീറ്റ പാർട്ടിക്കിൾസിൻ്റെ, അത് 2 to 3 million electron volt വരെ വാരി ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഗാമ റേസ് ആണ്. ഗാമ റേസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഹൈ ഫ്രീക്വൻസി ആണ്. ആൻഡ് സച്ച് ഹൈലി എനർജറ്റിക് ദേ ആർ ക്യാരക്ടറിസ്റ്റിക് ഫോർ വിത്ത് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ എന്താ ഗാമ റേസ് ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ദേ ആർ ദി ഹൈ ഫ്രീക്വൻസി വേവ്സ്. ദേ ട്രാവൽ വിത്ത് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ്. അല്ലേ, ലൈറ്റിൻ്റെ വെലോസിറ്റീൻ്റെ അതുപോലെ തന്നെയാണ് ഇതും ട്രാവൽ ചെയ്യുന്നത്. ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾസിനേക്കാളും കൂടുതൽ പെനിട്രേഷൻ പവറിന് ഗാമ റേസിനുണ്ട്. അയണിലോ അല്ലെങ്കിൽ ലെഡ് ഷീറ്റിലൊക്കെ സെവറൽ സെൻറ്റിമീറ്റേഴ്സ് അത് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അയോണൈസിങ് പവർ സ്മോളറാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഫ്ലൂറസീൻസ് മെറ്റീരിയൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നോർമൽ ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾസ് പോലെ തന്നെ. അത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. They knock out electrons from the metal surface on which they fall and heat up the surface. അത് നോക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺസ്, അത് എത്തുന്ന മെറ്റൽ സർഫസിൽ നിന്ന്. സോ ആൻഡ് വിച്ച് ദേ ഫോൾ ആൻഡ് ഹീറ്റ് അപ്പ് ദി സർഫസ്, ആ ഒരു സർഫസിനെ ഹീറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഹാർഡ് ഗാമ റേസ്, ദറ്റ് ഈസ് ഹൈ എനർജി ഗാമ റേസ് ആർ യൂസ്ഡ് ഇൻ റേഡിയോ തെറാപ്പി ഓഫ് മാലിഗ്നറ്റ് സെൽസ്. റേഡിയോ തെറാപ്പിയിൽ നമുക്ക് ഈ ഒരു ഹൈ എനർജി ഗാമ റേസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്നുള്ളത് കേട്ടോ. സോ റേഡിയോ ആക്റ്റീവ് ഡീകെ, വാട്ട് ഈസ് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറയുന്നത്? ഇപ്പോൾ സിമ്പിൾ ടേംസിൽ നമുക്കൊന്ന് പറയാം. ഇറ്റ് ഈസ് എ നാച്ചുറൽ സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള അറ്റോമിക് ന്യൂക്ലിയസ് ഉണ്ടാവില്ല, മോർ സ്റ്റേബിൾ വൺ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത കാണിക്കും. ഈ ഒരു ടൈമിൽ അത് പാർട്ടിക്കിൾസിനെയും അതിൻ്റെ എനർജിയെയും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നടക്കാൻ കാരണം ന്യൂക്ലിയസ് അതിലെ ന്യൂട്രോൺസിനോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിലോ നമ്പറിലുള്ള ചേഞ്ചസ് കാരണം ഇംബാലൻസ് സ്റ്റേറ്റിലായിരിക്കും. സോ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയസ് എമിറ്റ് പാർട്ടിക്കിൾസ് ഓഫ് എനർജി ഇൻ വേരിയസ് ഫോം. ഓക്കെ, സ്റ്റെബിലൈസ്ഡ് സ്റ്റേറ്റിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു ന്യൂക്ലിയസ് എനർജി ഫോമിലോ അല്ലെങ്കിൽ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്തിട്ടോ ആ ഒരു സ്റ്റെബിലിറ്റി കൈവരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കീ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എന്താ വെച്ചാൽ ഹാസ് ടു മെനി ഓർ ഫ്യൂ ന്യൂട്രോൺസ് കമ്പയർഡ് ടു പ്രോട്ടോൺസ്. ഇനി എമിഷൻ എന്ന് വെച്ചാൽ എന്താ നോക്കാം നമുക്ക്. സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയസ് റിലീസ് ചെയ്യുന്ന എനർജിയോ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെയോ ആണ് എമിഷൻ എന്ന് പറയുന്നത്. സോ ഫൈനൽ റിസൾട്ട് ഓഫ് ദിസ് ഡീകെ വി ക്യാൻ ഗെറ്റ് ഡിഫറെൻറ്റ് എലമെൻറ്റ് ഓർ എ ഡിഫറെൻറ്റ് ഐസോടോപ്പ് ഓഫ് ദി സെയിം എലമെൻറ്റ്. അപ്പം 3 types ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ ആണുള്ളത്. നമുക്ക് നോക്കാം. ഈച്ച് ഇൻവോൾവിങ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഓഫ് എനർജി. ഫസ്റ്റ് വൺ വരുന്നത് ആൽഫ ഡീകെ ആണ് കേട്ടോ. ആൽഫ ഡീകെ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുമല്ലോ, ന്യൂക്ലിയസ് ഒരു ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യുന്നു. ഈ ഒരു ആൽഫ പാർട്ടിക്കിൾ കൺസിസ്റ്റ് ചെയ്യുന്നത് 2 പ്രോട്ടോൺസിനെയും 2 ന്യൂട്രോൺസിനെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് സിമിലർ ടു ഹീലിയം ന്യൂക്ലിയസ്. ഓക്കെ, ഇനി എമിഷൻ്റെ ഭാഗമായിട്ട് ആ ഒരു ആറ്റത്തിൽ വരുന്ന എഫക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പം അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺസ് ആണ് മീൻ ചെയ്യുന്നത്. അത് ഡിക്രീസ് ചെയ്യും ബൈ 2. ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ രണ്ടായിട്ട് അത് ഡിക്രീസ് ചെയ്യും. എന്താ അതിൻ്റെ മാസ് നമ്പർ അത് 4 ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ ആ ഒരു ആറ്റം പുതിയൊരു എലമെൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഈ ഒരു ആൽഫ ഡീകെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടില്ലേ യുറാനിയത്തിൻ്റെ അറ്റോമിക് മാസ് നമ്പർ എന്താണ്? 238 ആൻഡ് അതിൻ്റെ അറ്റോമിക് നമ്പർ 92 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇനീഷ്യൽ ന്യൂക്ലിയസ്. അപ്പോൾ ഇനി ഇത് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിയം ആറ്റമാണ് അല്ലേ ആൽഫ പാർട്ടിക്കിൾ വരുന്നത്. 4ഉം
2 ആണ് വരുന്നത്. അത് എമിറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ റിസൾട്ടിംഗ് ആയിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു പുതിയൊരു എലമെൻറ്റിനാണ് കിട്ടുന്നത്. ആ ഒരു പുതിയ എലമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് നമ്പറിന് 2 കുറഞ്ഞതും മാസ് നമ്പറിന് 4 കുറഞ്ഞതും ആയിരിക്കും. ദറ്റ് ഈസ് തോറിയമാണ് നമുക്ക് കിട്ടുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു തോറിയം. ഇപ്പോൾ 238 മാസ് നമ്പറിന് 4 കുറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 234 ആൻഡ് അറ്റോമിക് നമ്പറിന് 2 കുറഞ്ഞതെന്ന് വെച്ചാൽ 0. അപ്പം ഇതിനെയാണ് നമ്മൾ ഈ ഒരു പുതിയൊരു എലമെൻ്റ് ഉണ്ടായി അല്ലേ, യുറാനിയത്തിൽ നിന്നും ആൽഫ എമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ എലമെൻ്റ് ഉണ്ടായി, ദാറ്റ് ഈസ് തോറിയം. ഓക്കെ, അപ്പോൾ ഇതാണ് ആൽഫ ഡി കെ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കാം ബീറ്റ ഡി കെ. ബീറ്റ ഡി കെ 2 തരത്തിലുണ്ട് കേട്ടോ, ബീറ്റ മൈനസ് ഡി കെ ആൻഡ് ബീറ്റ പ്ലസ് ഡി കെ. ഫസ്റ്റ് നമുക്ക് ബീറ്റ മൈനസ് ഡി കെ എന്താണെന്ന് നോക്കാം. ബീറ്റ മൈനസ് ഡി കെ എന്ന് വെച്ചാൽ ഇറ്റ് കംസ് ഇൻ ഓക്കെ, ബീറ്റ മൈനസ് ഡി കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിലെ ന്യൂട്രോണ് പ്രോട്ടോൺ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും. ഇൻ ദിസ് പ്രോസസ് ആൻ ഇലക്ട്രോൺ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾ ഈസ് എമിറ്റഡ്. So effect on the atom is atomic number, that is proton increases by 1. ഇവിടെ അറ്റോമിക് നമ്പർ 1 കൂടുതലായിട്ട് വരും ബീറ്റ മൈനസ് ഡി കെയിലാണ് കേട്ടോ. ആൻഡ് ദ മാസ് നമ്പർ റിമെയിൻസ് ദി സെയിം. ഓക്കെ, മാസ് നമ്പറിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അവസാനം ആ ഒരു ആറ്റത്തിന് ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റം ഒരു ഡിഫറെൻറ്റ് എലമെൻ്റ് ആയിട്ട് മാറും വിത്ത് 1 മോർ പ്രോട്ടോൺ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബീറ്റ മൈനസ് ഡി കെയിൽ ഇപ്പം കാർബൺ 14 എടുക്കാം. അതിൻ്റെ ഇനീഷ്യൽ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ 46 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു. ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇലക്ട്രോണ് മൈനസ് ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ വരുന്നത്. സോ റിസൾട്ടിങ് ഇക്വേഷൻ ആയിട്ട്, റിസൾട്ടിങ് ന്യൂക്ലിയസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, നമുക്ക് എന്താണ് കിട്ടുന്നത്? നൈട്രജൻ ആണ് കേട്ടോ. നൈട്രജൻ വരുന്നത് അതിൻ്റെ മാസ് നമ്പറിൽ ചേഞ്ച് ഒന്നും ഇല്ല എന്ന് പറയുന്നത് 4 ആയിരിക്കും. നമ്മുടെ അറ്റോമിക് നമ്പർ 1 ഇൻക്രീസ് ചെയ്യുന്നതല്ലേ ബീറ്റ എമിറ്റ് ചെയ്യുമ്പോൾ. ദാറ്റ് ഈസ് പുതിയ നൈട്രജൻ കിട്ടുന്നുണ്ട് 40 ആൻഡ് 7 ആയിട്ട് വരുന്നത്. ഇതാണ് ബീറ്റ ഡി കെ എന്ന് പറഞ്ഞത്. ഇനി ബീറ്റ പ്ലസ് ഡി കെ ഉണ്ട്. ബീറ്റ പ്ലസ് ഡി കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദിസ് പ്രോസസ് ന്യൂക്ലിയസിലെ പ്രോട്ടോണ് ന്യൂട്രോൺ ആയിട്ട് മാറും. അതായത് എ പോസിട്രോൺ ഈസ് എമിറ്റഡ്. അപ്പോൾ ആറ്റത്തിൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്ന് നോക്കാം. അറ്റോമിക് നമ്പർ, അതായത് പ്രോട്ടോൺസ് 1 കുറയും, മാസ് നമ്പർ റിമെയിൻസ് ദ സെയിം. ഓക്കെ, അറ്റ് ലാസ്റ്റ് ഉണ്ടാകുന്ന ആറ്റത്തിന് ഒരു ഡിഫറെൻറ്റ് എലമെൻ്റ് തന്നെ ആയിരിക്കും, ഒരു പ്രോട്ടോണ് കുറവായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡിഫറെൻറ്റ് വരുന്നത്. ആ എലമെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. നേരത്തെ ബീറ്റ മൈനസ് വരുമ്പോൾ ഇൻക്രീസ് ചെയ്തതാണ് അല്ലേ അതിൻ്റെ അറ്റോമിക് നമ്പർ. എന്നാൽ ബീറ്റ പ്ലസ് വരുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ 1 കുറയും, മാസ് നമ്പർ ഈസ് റിമെയിൻ ചേഞ്ച്ഡ്, റിമെയിൻ നോട്ട് ചേഞ്ച്ഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം പൊട്ടാസ്യം എടുക്കാം നമുക്ക് അതിൻ്റെ എക്സാമ്പിളായിട്ട്. ഇനീഷ്യൽ ന്യൂക്ലിയസ് 14 19 ആണ് വരുന്നത്. അപ്പം ബീറ്റ പാർട്ടിക്കിൾസ് വരുമ്പോൾ എന്താണ് എമിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണ് പ്ലസ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ ഫൈനൽ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് എലമെൻറ്റിനെയാണ്, ആർഗണാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ അൺചേഞ്ച്ഡ് ആയിട്ട് എന്താണ് മാസ് നമ്പർ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ അറ്റോമിക് നമ്പർ ബീറ്റ പോസിറ്റീവ് ടി കെ ആയതുകൊണ്ട് തന്നെ 1 കുറയുന്നു. 19 1 കുറഞ്ഞു കഴിഞ്ഞാൽ 18. അപ്പം നമുക്കൊരു പുതിയ എലമെൻറ്റ് കിട്ടിയില്ലേ. ഇതാണ് ബീറ്റ പ്ലസ് ടി കെ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഡി കെ നമുക്ക് നോക്കാം. ഗാമ ഡി കെ. ഗാമ ഡി കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് റിലീസ് ചെയ്യുന്ന ഗാമ റേസ്. ഇവ ഹൈ എനർജി പ്രോട്ടോൺസ് ആയിരിക്കും. ദാറ്റ് ഈസ് ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ. സോ ദ എഫക്റ്റ് ഓൺ ആറ്റം ഈസ് the mass and the atomic number remain unchanged, therefore the number element change. And ഇതിനെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക എനർജിയും പ്രസരിപ്പിച്ച് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി സ്റ്റേറ്റിൽ എത്തുക എന്നതാണ്. സോ ഈ ഒരു ഗാമ ഡി കെ എങ്ങനെ നോക്കാം. കൊബാൾട്ട് 16 ഡി കെ എങ്ങനെ. അപ്പം ഇനീഷ്യൽ സ്റ്റേറ്റിൽ അത് ഫസ്റ്റ് വരുന്നത് ബീറ്റ ഡി കെ ആയിട്ടാണ് കേട്ടോ. നിക്കൽ എടുക്കാം നമുക്ക്. നിക്കലിൽ
16 പ്ലസ് 16 28 ആണ് വരുന്നത്. ഗാമ ഡി കെ ആണ് കേട്ടോ പറയൽ. അതിൽ ഫസ്റ്റ് സ്റ്റേജിൽ അത് ചെയ്യുന്നത് ബീറ്റ ഡി കെ ആയിരിക്കും. അപ്പോൾ പ്ലസ് ഇലക്ട്രോൺ ബീറ്റ ഡി കെ ആയതുകൊണ്ട് തന്നെ ബീറ്റ മൈനസ് ഡി കെ ആണ് ഫസ്റ്റ് അത് ചെയ്യുന്നത് പ്രോസസ്സ്. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിനായിട്ട് കിട്ടുന്നത് കൊബാൾട്ട് 60 എമിറ്റ്സ് എ ബീറ്റ പാർട്ടിക്കിൾ ആൻഡ് ബിക്കംസ് നിക്കൽ. ഓക്കെ, നിക്കലായിട്ട് കൊബാൾട്ട് 16 നമ്മൾ ഡി കെ ചെയ്യുന്നതാണ്. അപ്പം ഡി കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നിക്കലാണ്. നിക്കൽ 16 കിട്ടും. ബട്ട് ഈസ് ലെഫ്റ്റ് ആൻഡ് എക്സൈറ്റഡ് ഹൈ എനർജി സ്റ്റേറ്റ്. അത് ഈ ഒരു നിക്കൽ എന്താ ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. സോ ആൻഡ് ഗാമ പിന്നീടാണ് ഗാമ ഡി കെ വരുന്നത്. ദ എക്സൈറ്റഡ് 16 ന്യൂക്ലിയസ് റിലീസസ് ഗാമ റേസ് ടു ലോസ് ദി എക്സസ് എനർജി. അപ്പം ആ ഒരു എക്സസ് എനർജീനെ ഈ ഒരു എനർജീനെ ഇനി ഗാമ ഡി കെ എന്താണ് ലോസ് ചെയ്യും. സോ റിലീസ് ചെയ്യും. സോ ദ ഗാമ ഡി കെ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. സോ ദ കൊബാൾട്ട് 60 undergoes ബീറ്റ ഡി കെ ടു ബിക്കം എക്സൈറ്റഡ് നിക്കൽ 60 ആൻഡ് ദ നിക്കൽ 16 റിലീസസ് ഗാമ റേസ് ടു സ്റ്റെബിലൈസ്. അല്ലേ, കൊബാൾട്ട് 60 എന്തായി മാറി? ബീറ്റ ഡി കെ വഴി ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തി. അത് നിക്കൽ 16 ആണ്. ആൻഡ് ദ നിക്കൽ 16 പിന്നെ ഗാമ റേസിനെ റിലീസ് ചെയ്തിട്ട് അത് സ്റ്റെബിലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ഇത്രയാണ് റേഡിയോ ആക്റ്റീവ് ഡി കെ വരുന്നത് കേട്ടോ. സോ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡി കെയിൽ നമ്മൾ വരുന്നത് സ്റ്റേറ്റ് ദാറ്റ് ദി നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ആറ്റംസ് disintegrating per second is proportional to the number of radioactive atoms present at that instant of time. This is called the law of radioactive decay. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു എന്താണ് ഇക്വേഷൻസും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാം. N0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആറ്റംസ് ആണ്, നമ്പർ ഓഫ്. അപ്പോൾ T is equal to 0 and the N of T be the number of radioactive atoms at a time T. If Dn denotes the number of atoms that decay in time dt, then N minus Dn signifies the number of radioactive atoms at T plus dt. Hence the rate of decay is equal to എന്താ ഈ ഒരു ഇതിൽ കാണുന്നതാണ് കേട്ടോ. Dn of T divided by dt is equal to minus delta N of T ആയിരിക്കും. അപ്പം ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി കെ കോൺസ്റ്റൻ്റ് ആണ്. Which is characteristics of the radioactive substance undergoing the decay, and the negative sign signifies that the number of nuclei decreases with the time. This relation can be rearranged as lambda is equal to negative 1 by n of t dn of t by dt. Okay, thus decay constant lambda may be defined as the ratio of the instantaneous rate of disintegration to the number of radioactive atoms per at that instant. ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ഡി കെ കോൺസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? റേഷ്യോ ഓഫ് ദി ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ റേഷ്യോ എന്തിനാണ് ഈക്വൽ ആവുന്നത്? ടു നമ്പർ ഓഫ് ദി റേഡിയോ ആക്റ്റീവ് ആറ്റംസ് പ്രസൻറ്റ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ആറ്റംസിന് ഈക്വൽ ആണ്. അതിനെയാണ് ഡി കെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ദ ലോ ഓഫ് ഡി കെ ഈസ് സംസ് also expressed in exponential form and is also called the law of exponential decay. So അതിൻ്റെ equation വരുന്നത് n of t is equal to n0 exponential minus lambda t. The most important conclusion from this law is that n will become 0 only when t is equal to alpha. Okay, and the last one എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഹാഫ് ലൈഫ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ. ഇത് കുറച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹാഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ലൈഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർ സ്റ്റേബിൾ ഫോമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു സാമ്പിളിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് ആറ്റംസ് ഡീക്കേ ചെയ്തിട്ട് ടോട്ടലുള്ള ആറ്റംസിൽ നിന്നും നേർപകുതിയാക്കാൻ എത്ര ടൈം എടുക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ഇറ്റ്സ് എ മെഷർ ഓഫ് ഹൗ ക്വിക്ക്ലി ഓർ സ്ലോലി എ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ബ്രേക്സ് ഡൗൺ. ഹാഫ് ലൈഫ് കണ്ടെത്തുന്ന ശരിക്കുണ്ടല്ലോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഹൗ ലോങ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് വിൽ റിമെയിൻ ആക്റ്റീവ് ഓർ ഡേഞ്ചറസ്. ആ ഒരു നമ്മൾ നോക്കുന്ന ആ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് അത് ഒരു ഹാഫ് ലൈഫ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എത്രത്തോളം ആക്റ്റീവായി നിൽക്കുന്നോ പിന്നെ അത് നമുക്ക് എത്രത്തോളം ഡേഞ്ചറസ് ആയി മാറുന്നോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇറ്റ് വേരീസ് വൈഡ്ലി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഓക്കെ, നമുക്കിതൊന്ന് എക്സാമ്പിളായിട്ട് നോക്കാം. നമ്മുടെ കയ്യിലിപ്പം ഒരു 100 റേഡിയോ ആക്റ്റീവ് ആറ്റംസ്
ഒരു സാമ്പിൾ ഓഫ് മെറ്റീരിയൽ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഓരോ 1 hour കഴിയും തോറും ടോട്ടൽ ആറ്റംസിൽ നിന്നും അതിൻ്റെ നേർപകുതിയായിട്ട് ഡീക്കേ ചെയ്യും ആൻഡ് ബിക്കം ഇൻ ദി സ്റ്റേബിൾ. സോ ദാറ്റ് ഈസ്, ആദ്യം വി ഹാവ് 100 റേഡിയോ ആക്റ്റീവ്. ആഫ്റ്റർ 1 hour, അതായത് 1/2 ലൈഫ് കുറയും. ഒരു 1 hour കഴിയുമ്പോൾ അത് ഡീക്കേ ചെയ്തിട്ട് റിമൈനിങ് 50 റേഡിയോ ആക്റ്റീവ് ആറ്റംസ് മാത്രമായിട്ട് അവശേഷിക്കും. ദാറ്റ് ഈസ്, നമ്മളിപ്പം 100 ആറ്റംസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒരു 1 hour കഴിഞ്ഞു 1 hour കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 100 1/2 ഇൻറ്റു 1/2. ഇത് ഹാഫ് ലൈഫിനെ T 1/2 എന്നാണ് കേട്ടോ പറയുന്നത്. സോ അപ്പം 1/2 ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ കിട്ടുന്നത്? ഇത് 50 ആയിട്ട് മാറി അല്ലേ? 50 റേഡിയോ ആക്റ്റീവ്സ് മാത്രമായിട്ട് അവശേഷിച്ചു. ഇനി രണ്ടാമത്തെ ഹാഫ് ലൈഫ് നോക്കാം. ഇനി രണ്ടാമത്തെ അവർ, ഇത് ഫസ്റ്റ് അവറിൽ നടന്ന സംഭവമാണ്. രണ്ടാമത്തെ അവറിൽ ഇപ്പോൾ ആകെ കൂടി നമ്മുടെ കയ്യിൽ 50 ആറ്റംസ് ആണുള്ളത്. സോ അത് ആ ഒരു അവറും കൂടി കഴിയുമ്പോൾ 15 to 1/2 ആൻഡ് 25 ആറ്റംസ് ആയിട്ട് റിമെയിൻ ചെയ്യും. ഓക്കെ, 25 ആറ്റംസ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് ഇതെന്തായിട്ട് മാറും? 1/2 12.5 ആയി മാറും. പിന്നീടും ഒരു 1 hour കഴിയുമ്പോൾ 6.25 ആയി മാറും. അങ്ങനെ ഇത് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കും. ഓക്കെ, സോ അപ്പം ലാസ്റ്റ് അതിൻ്റെ അവസാനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ 0 ആയി മാറുമെന്നോ അറിയാനുള്ള എല്ലാ ആകാംക്ഷ ഉണ്ടാവും അല്ലേ? T1/2. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു തിയററ്റിക്കൽ എൻഡ് റിസൾട്ടായിട്ട് പറയുന്നത്, നമ്പർ ഓഫ് ആറ്റംസ് അപ്രോച്ച് 0 ആസ് ടൈം അപ്രോച്ചസ് ഇൻഫിനിറ്റി. ടൈം ഇൻഫിനിറ്റിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് എന്തായിരിക്കും? 0 ആയിട്ട് മാറുമെന്ന് പറയുന്നു. അപ്പോൾ പ്രാക്ടിക്കൽ എൻഡ് റിസൾട്ട് എന്താ വേറെ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഒരു 10 ഹാഫ് ലൈഫ്സ് കഴിഞ്ഞാൽ തന്നെ എഫക്റ്റീവ്ലി ഓൾ ആറ്റംസ് ഹാവ് ഡീക്കേഡ്. എല്ലാ ആറ്റംസും ഡീക്കേ ചെയ്ത് പോകും. അറ്റ് ലാസ്റ്റ് ദ മാത്തമാറ്റിക്കൽ റിയാലിറ്റി കൺക്ലൂഡ് ദാറ്റ് 0 ഒരിക്കലും എത്തിപ്പെടുന്നില്ല. മാത്തമാറ്റിക്കൽ ഇങ്ങനെ പറയുന്നത് 0 ഒരിക്കലും എത്തിപ്പെടുന്നില്ല. ബട്ട് എല്ലാ പ്രാക്ടിക്കൽ പർപ്പസിലും ദ സബ്സ്റ്റൻസ് ബിക്കം നോൺ റേഡിയോആക്റ്റീവ് എന്നായിരിക്കും മാത്തമാറ്റിക്കൽ റിയാലിറ്റി കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചെറിയ കോൺസെപ്റ്റ്, ഹാഫ് ലൈഫിൻ്റെ കോൺസെപ്റ്റായിട്ട് വരുന്നത്. സോ റിയൽ വേൾഡ് ആപ്ലിക്കേഷനിൽ ഹാഫ് ലൈഫ് യൂസ് ചെയ്യുന്നുണ്ട്. carbon-14 ഡേറ്റിംഗ് എന്നൊക്കെ ആർക്കിയോളജി അവർക്കൊക്കെ മനസ്സിലാവും. അതായത് ഈ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒക്കെ ടൈം, അത് എത്രത്തോളം വർഷം പഴകിയിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാഫ് ലൈഫ് യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ്, നമ്മൾ പറയാറില്ലേ ദ ഓർഗാനിസം ഡൈഡ് അപ്രോക്സിമേറ്റ്ലി ഇത്ര വർഷം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഈ ഒരു ഹാഫ് ലൈഫ് യൂസ് ചെയ്തും കൊണ്ടാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഹാഫ് ലൈഫിൻ്റെത്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ക്യാൻസർ സെൽസിനെ ടാർഗറ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു എന്താണ് ക്യാൻസർ സെൽസിനെ എല്ലാം ഡീക്കേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ഇതിൻ്റെ ഹാഫ് ലൈഫ് നോക്കുന്നത്. എത്രത്തോളം അത് നമുക്ക് ആ ഒരു എലമെൻസിനെ യൂസ് ചെയ്യാൻ പറ്റും, ഇത്ര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണോ അല്ലോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹാഫ് ലൈഫ് നോക്കുന്നത് നമ്മൾ. പിന്നെ ന്യൂക്ലിയർ പവർ ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിലെല്ലാം ഹാഫ് ലൈഫ് നോക്കുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ദി ഹാഫ് ലൈഫ് ഈസ് ക്രൂഷ്യൽ ഇൻ മാനേജിങ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആൻഡ് ഡിസ്പോസിങ് ന്യൂക്ലിയർ വേസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഹാഫ് ലൈഫ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് നോക്കിയത്? ന്യൂക്ലിയസ് എന്താണെന്ന് നോക്കി. ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ഇൻസൈഡായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, അത് രണ്ടിനെ കമ്പൈൻ ചെയ്തിട്ട് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ നൊട്ടേഷൻ എങ്ങനെയാണ് നമ്മളൊരു എലമെൻറ്റിനെ നൊട്ടേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ മാസ് നമ്പേഴ്സ്, അറ്റോമിക് നമ്പേഴ്സൊക്കെ പറഞ്ഞു, അതെങ്ങനെ കണ്ടെത്തുന്നത്. പിന്നെ ഐസോടോപ്സ്, ഐസോബാർ, ഐസോടോൺസ് എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. പിന്നീട് നമ്മൾ വരുന്നത് റേഡിയോ ആക്ടിവിറ്റിയിലേക്കാണ്. റേഡിയോ ആക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കി, റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി. കൂടാതെ റേഡിയോ ആക്റ്റീവ് ഡീകെ എന്താണ്, അതിൽ എമിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് എന്താണ്, ആൽഫ ആൻഡ് ബീറ്റ ആൻഡ് ഗാമ റേസിലെ
ഓക്കെ. പിന്നെ അവസാനമായിട്ട് നമ്മൾ നോക്കിയത് ഹാഫ് ലൈഫ് എന്താണെന്ന്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എൻ്റയർ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ നോക്കുക കേട്ടോ. എനിവേ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു.